ബാല്യകാലം മുതൽ OCD എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ OCD എന്നത് എന്താണെന്ന് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും എന്റെ അറിവിന്റെ വെളിച്ചത്തിലും പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് OCD എന്താണ് എന്ന് നോക്കാം. OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അപ്പൊ ഒബ്സസീവ് എന്ന് പറഞ്ഞാൽ ഒബ്സഷൻ ആണ്. കമ്പൽസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൽസീവ് എന്ന് വെച്ചാൽ കമ്പൽഷൻ, ഒരു മെന്റൽ റിച്വൽ ആണ്. നമുക്ക് അതിലേക്ക് വരാം. പിന്നെയുള്ളത് ഡിസോർഡർ. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെയും നമ്മുടെ പേഴ്സണാലിറ്റിയും ഇന്റർഫിയർ ചെയ്യുന്ന ഏതൊരു കണ്ടീഷനെയും ഡിസോർഡർ എന്ന് പറയാം. അപ്പോ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ് OCD. ഓക്കെ, ഇനി എന്താണ് ഈ ഒബ്സഷൻ എന്നറിയണ്ടേ? ഒബ്സഷൻ എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള, അൺഇൻവൈറ്റഡ് ആയിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിന്തകളെയാണ് സൈക്കോളജിക്കലി ഇൻട്രൂസീവ് തോട്ട് എന്ന് പറയും. എന്താണ് ഇൻട്രൂസീവ് തോട്ട് എന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് വളരെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റെപ്പിറ്റേറ്റീവ് തോട്ട്സ് അഥവാ ഇൻട്രൂസീവ് തോട്ട്സ് ആണ് ഒബ്സഷൻ. ഇനി എന്താണ് കമ്പൽഷൻ? കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു, മെന്റൽ റിച്വൽ എന്നുള്ളൊരു വാക്ക്. മെന്റൽ റിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു വിശ്വാസത്തിന്റെയും ഭാഗമായിട്ട് പല വിവിധ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അപ്പൊ അത് ഒരേ രീതിയിൽ നമ്മൾ ആവർത്തിച്ച് പലപ്പോഴായിട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ടൊരു കാര്യപ്രാപ്തി ഉണ്ടാകും. ഇനി അത് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൺസിക്വൻസ് ഉണ്ടാകാം എന്നൊക്കെയുള്ള വിശ്വാസമല്ലേ. അതുപോലെ OCD ഉള്ള ആൾക്കാർക്ക് ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. എന്താണ് വിശ്വാസം? അതായത് ഒരു റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് മനസ്സിൽ വരികയാണ്, ഒരു ഇൻട്രൂസീവ് തോട്ട് മനസ്സിൽ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് എന്ത് ചെയ്യണം? ഒരു മെന്റൽ റിച്വൽ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു കാര്യം ചെയ്യണം. അതൊരു ആക്ഷൻ ആണ്. നമ്മുടെ ആ ഒരു തോട്ടിനെ നമ്മളൊരു ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒബ്സഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് മാത്രമാണ്, നമ്മുടെ ചിന്ത മാത്രമാണ്. അതിന് നമ്മൾ അതിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു മെന്റൽ റിച്വൽ നമ്മൾ ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു? അതൊരു കമ്പൽഷനായി മാറുന്നു. പിന്നെ ഇത് രണ്ടും കൂടി ആവുമ്പോൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇന്റർഫിയർഡ് ആവും, ഡിസോർഡറിലാവും. ആകെ മൊത്തം അതൊരു പ്രശ്നമാണ്. അതാണ് നമ്മുടെ ഡിസോർഡർ അല്ലെ. അപ്പൊ ഈ വീഡിയോയില് നമുക്ക് എന്തൊക്കെയാണ് OCDയുടെ സിംറ്റംസ് എന്ന് നോക്കണം. അപ്പൊ നമുക്ക് അതായത് നിങ്ങൾക്ക് OCD ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പില്ലാത്ത ഒരാളാണെങ്കിൽ ഈ സിംറ്റംസ് ഉണ്ടോ എന്നതിൽ കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ സിംറ്റംസ് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ OCDയുടെ സ്വഭാവ സവിശേഷതകൾ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫോംസ് ഓഫ് OCD ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ OCD എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ഒന്നുമല്ല. അതിന് ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിംറ്റംസിൽ നിന്നിട്ട് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിലോട്ട് പോവാം അല്ലെ. അപ്പൊ സിംറ്റംസ് എന്ന് പറഞ്ഞാല് വെരി ഫസ്റ്റ് ബേസിക് തിങ് എന്ന് പറയുന്നത് ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അൺനെസസറി തോട്ട്സ് വരിക, അതാണ് ഇൻട്രൂസീവ് തോട്ട്സ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഫിയർ ഓഫ് കണ്ടാമിനേഷൻ ആണ്. ഈ ഫിയർ ഓഫ് കണ്ടാമിനേഷനിൽ നിന്നിട്ടാണ് എപ്പോഴും നമ്മുടെ കൈകളിൽ എന്തുണ്ടെന്ന് തോന്നുക? ജെംസ് ഉണ്ട്, അല്ലെങ്കിൽ എപ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നുള്ള തോട്ട് വരുന്നത് എവിടെ നിന്നിട്ടാണ്? ഈ ഫിയർ ഓഫ് കണ്ടാമിനേഷനിൽ നിന്നിട്ടാണ്. ഇതാണ് ഒരു അടുത്ത സിംറ്റം എന്ന് പറയുന്നത്. ഈ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് ഈ ഒരു പേടിയുള്ളത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. എപ്പോഴും എല്ലാം വൃത്തിയാക്കി വെക്കുക, മൾട്ടിപ്പിൾ ടൈംസ് കൈ കഴുകുക, എല്ലായിടത്തും അണുക്കളും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അസുഖങ്ങൾ വരുമെന്ന് ഭയപ്പെടുക. അങ്ങനെ ഒരു ജനറലി നമുക്ക് ഫിയർ ഓഫ് കണ്ടാമിനേഷൻ എന്ന് വിളിക്കാം. അത് നിന്നിട്ടാണ് നമ്മൾ ഈ ക്ലീനിങ് ആക്ടിവിറ്റീസ് നമ്മൾ റിപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സിമെട്രി ആണ്. സിമെട്രി എന്ന് പറഞ്ഞാല് അതായത് ഇപ്പോ ഒരു മുറി, നമ്മൾ ഉപയോഗിക്കുന്ന മുറി, ആ മുറി നമ്മള് ഇപ്പൊ ഈ വീക്കില് ബെഡ് ഈ ഒരു കോർണറിലായിരിക്കാം, കൗച്ച് ഈ ഒരു കോർണറിലായിരിക്കാം, ടേബിൾ അവിടെ ആയിരിക്കാം. ഇങ്ങനെ നമ്മൾ പോകും. അപ്പൊ നമുക്ക് പിന്നെ പെട്ടെന്നൊരു തോന്നൽ വരും, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഓർഗനൈസ് ചെയ്യാന്ന് തോന്നും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും?
ഇതെല്ലാം പൊസിഷൻ ഒക്കെ മാറ്റിയിടും. ഇവിടെ കിടന്ന ബെഡിനടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ടിടും, അവിടെ കിടന്ന ചെയർ എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിടും, കബേർഡ് എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടും, അങ്ങനെ ഫുള്ള് നമ്മൾ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും വാവ്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ, ഇതായിരുന്നു കറക്റ്റ്, ഇത് ഇങ്ങനെ കിടക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. ഇത് വീണ്ടും കുറച്ച് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ഇൻട്രൂസീവ് തോട്ട് വരും. എന്നാൽ നമ്മൾ ഇതിനെല്ലാം കൂടി വീണ്ടും റീ ഓർഗനൈസ് ചെയ്യും. അപ്പൊ ഈ റീ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് ഒരു നിരന്തര തുടർച്ചയായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് എന്റെ അറ്റ് ദ സെയിം ടൈം. ഇനി അപ്പൊ നമ്മൾ ഫിയർ ഓഫ് കണ്ടാമിനേഷൻ പറഞ്ഞു, ഇൻട്രൂസീവ് തോട്ട്സ് പറഞ്ഞു, അതുപോലെ തന്നെ കിസിംഗ്. ഇനി നെക്സ്റ്റ് വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട്സ് ആണ്. ഡൗട്ട്സ് ആണ്, അതായത് ഇപ്പൊ നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തോ, സ്റ്റവ് ഓഫ് ചെയ്തോ എന്നുള്ള വീണ്ടും വീണ്ടും നമുക്ക് സംശയം വരുന്നു. ഓഫ് ചെയ്തു നമ്മൾ തൊട്ട് മുമ്പ് ഓഫ് ചെയ്തിട്ടുണ്ടാവാം, നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്, എങ്കിലും എഗിൻ ആൻഡ് എഗിൻ അത് നമുക്ക് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ, ഡോർ നല്ല ശ്രദ്ധയോടുകൂടി ലോക്ക് ചെയ്യും, എന്നാലും നമ്മളൊരു മൾട്ടിപ്പിൾ ടൈംസ് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഡൗട്ട്സ് വരും. അപ്പം ഇത്രയുമാണ് OCDയുടെ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം. ഫീച്ചേഴ്സില് നമ്പർ 1 എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, ഈ പ്രവർത്തികൾക്ക് മുമ്പ് നമുക്ക് വരുന്ന ചിന്തകൾ, ഇത് വളരെ അൺകൺട്രോളബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഒരു സവിശേഷത. മറ്റൊന്ന് അൺഅക്സെപ്റ്റബിൾ ആയിരിക്കും. അതായത് നമുക്ക് സ്വന്തമായി തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മളുമായിട്ട് ഇടപഴകുന്നവർക്കും വളരെ വിചിത്രമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ട് സ്വീകാര്യമല്ലാത്തതുമായിട്ടൊക്കെ തോന്നും. ഇനി മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇൻട്രൂസീവ് തോട്ട് വരുമ്പോൾ നമ്മൾ അതിനൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ നോക്കും. അതായത് അത് ചെയ്യാതിരിക്കാനുള്ള ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ റിഫ്ലക്സ് നമുക്ക് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും നമ്മൾ അതിൽ നിന്ന് നമ്മളെ ഒന്ന് റെസിസ്റ്റ് ചെയ്യും. ബട്ട് റെസിസ്റ്റ് ചെയ്താലും നമ്മൾ ആ ഒരു മെന്റൽ റിച്വൽ നമ്മൾ ചെയ്തു പോകും. ബട്ട് ഓൾവൈസ് ദിസ് പുഷ് ആൻഡ് പുൾ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അതാണ് റെസിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് വൺ, ഇത് നിയന്ത്രണ വിധേയമല്ല എന്നുള്ളതാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ ഈ ചിന്തകൾ, ഓക്കെ ഇനി മുതൽ ഇത്തരത്തിലുള്ള ഒരു ഇൻട്രൂസീവ് തോട്ട്സ് എനിക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല, എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ മൈൻഡൽ തോട്ട്സ് ഒന്നും വരണ്ട എന്നൊക്കെ നമ്മൾ എത്ര തന്നെ തീരുമാനിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത് നമുക്ക് കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇനി ഏറ്റവും വിചിത്രമായതും ഏറ്റവും വൈരുദ്ധ്യമായിട്ടുള്ള ഒരു ഫീച്ചറാണ് OCDയുടെ. അത് എപ്പോഴും നമ്മുടെ വാല്യൂ സിസ്റ്റത്തിന് എഗൻസ്റ്റ് ആയിരിക്കും. എങ്ങനെയാണ് വാല്യൂ സിസ്റ്റത്തിന് എഗൻസ്റ്റ് ആവുക? അതായത് ഒരാള് വളരെ കൈൻഡ് ആയിട്ടുള്ള, ആരെയും ഹേർട്ട് ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ. ആ ഒരാൾക്ക് OCD ഉണ്ട്. അപ്പോൾ ഈ ഇൻട്രൂസീവ് തോട്ട് എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞാല്, ഒരാളെയും ഹേർട്ട് ചെയ്യരുത് വിശ്വസിക്കുന്ന വാല്യൂ സിസ്റ്റം ആണ് അയാളുടെ മൈൻഡിലുള്ളത്. അപ്പൊ ഒരാളെ ഒന്ന് ഹേർട്ട് ചെയ്ത് കളഞ്ഞേക്കാം എന്നുള്ള ഒരു തോന്നൽ വരും. എഗൻസ്റ്റ് ദ വാല്യൂ സിസ്റ്റം ആണ്. അതുപോലെ ഒരിക്കലും ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു മോശം പ്രവൃത്തി ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നു. അതാണ് എന്താ പറയുന്നത്, against the value system, thoughts against the value system. എന്റെ അനുഭവം പറയാം. എന്റെ ചൈൽഡ്ഹുഡ് ടൈമില് ഞാൻ സ്ഥിരമായിട്ട് വെള്ളി പാദസരം അണിഞ്ഞിരുന്ന ഒരാളാണ്. അതായത് വെള്ളിക്കൊലിസല്ലേ അത്. അപ്പോ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതില് ഒരു സൈഡിൽ മാത്രമേ മുത്തുകളുള്ളൂ. അങ്ങനത്തെ ടൈപ്പാണ് ആ പാദസരം. അപ്പൊ ഞാൻ അതിന് ആ മുത്തുള്ള ഭാഗം എപ്പോഴും ഈ കാലിലെ ഫിംഗേഴ്സിന്റെ അതേ ഡയറക്ഷനിൽ വരണം എന്ന് ഞാൻ ഏതോ ഒരു മൊമെന്റിൽ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോ ഓഫ്കോഴ്സ് നമ്മൾ നടക്കുന്ന സമയത്ത് എന്താണ്, ഇത് മൂവ് ആവുമ്പോ ഞാൻ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ എന്റെ മനസ്സിൽ ഈ തോട്ട് വരും, ഇതിനെ കറക്റ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യണം, ആ ഫിംഗേഴ്സിന്റെ കറക്റ്റ് ആ ഫ്രണ്ട് സൈഡിൽ തന്നെ ആ മുത്ത് വരണം, അത് മാറിക്കിടക്കാൻ പാടില്ല. ഇനി മാറിക്കിടന്നു കഴിഞ്ഞാല് ഒരു പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സങ്കടം ഉണ്ടാവുന്നു. അപ്പോ എന്റെ കുട്ടിക്കാലത്ത് എന്റെ പ്രൈമറി ക്ലാസ്സുകളിൽ ഞാൻ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ നടക്കുന്നതിനിടയ്ക്ക്
എന്റെ കാലിലെ പാദസരം മൂവ് ആവുമല്ലോ. അപ്പൊ ഞാനിത് ഒരുപാട് തവണ ഞാനിത് ശ്രദ്ധിക്കും. മൂവ് ആയി കഴിഞ്ഞാൽ ഉടനെ ഞാനത് പിടിച്ചിട്ട് നേരെ ഇടും. പിന്നെ ചിലപ്പോൾ സ്കൂളില് കൂട്ടുകാരോടൊപ്പം ഒക്കെ കളിച്ച് ചിരിച്ച് നടന്നതിന് ശേഷമായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക പാദസരം എങ്ങനെയാണ് അതിന്റെ മുത്ത് എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് കറക്റ്റ് നേരെ ആയിരിക്കും കിടക്കുന്നത്. സംഹൗ ഇതിപ്പോ നേരെ വന്നിട്ടുണ്ടെന്ന് ചോദിക്കാം. അപ്പൊ എനിക്ക് ഞാൻ വളരെ സന്തോഷം, ഓ ഇത് കറക്റ്റ് വന്നിട്ടുണ്ട്, അപ്പൊ എനിക്ക് ഇന്ന് നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും, എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് പോകും എന്നുള്ള ഒരു തോട്ട്. പിന്നെ ഇത് ഞാൻ നിർബന്ധിതമായിട്ട് ഈ ഒരു മെന്റൽ അനുഷ്ഠാനം ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിൽക്കാലത്ത് ഇത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ആണോന്ന് അറിയില്ല, എപ്പോഴോ അത് ഞാൻ ഒരു സമയത്ത് കൊൽസ് ഉപയോഗിക്കാതെ ആയി, എങ്ങനെയോ ഈ ഒരു പ്രവണത എന്നിൽ നിന്ന് നിന്നു. അപ്പൊ ഇപ്പൊ എനിക്കത് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഞാനിപ്പോ അതേ തരത്തിലുള്ള പലസരങ്ങൾ ഉപയോഗിക്കാതെ ഉണ്ടായിരിക്കാം. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു OCD എന്നത് എനിക്കുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. എന്റെ ബാല്യകാലത്ത് ഇങ്ങനെ നമുക്ക് അറിവിനുള്ള മേഖലകളൊന്നും ഇല്ല. അപ്പോ അതായത് നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലോ നമ്മൾ അനുഭവിക്കുന്ന വൈവിധ്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻസ് അങ്ങനെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസോർഡർ ആണ് അങ്ങനെയുള്ള അറിവിനുള്ള ഒരു സോഴ്സ് അന്നും ഉണ്ടായിട്ടില്ല. സ്കൂളിൽ പോവുക, പഠിക്കുക, പാഠ്യ വിഷയങ്ങൾ, ആ ഒരു കരിക്കുലത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, വീട്ടിൽ വരുന്നു, അതിനപ്പുറം പിന്നെ വായിക്കുന്നത് എന്തെങ്കിലും സയൻസ് നോൺ ഫിക്ഷൻ ബുക്സോ ഫിക്ഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ബാലരമയും അങ്ങനെയൊക്കെയുള്ള ആ ഒരു കൊച്ചു ലോകത്തില് ഇതിനെപ്പറ്റി അറിയാനുള്ള അറിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വളർന്നു വലുതായി ജോലിയൊക്കെ കിട്ടിയിട്ട് ഞാൻ എന്റെ ഫസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ഞാൻ ഒരു ആദ്യത്തെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു വർക്കിംഗ് സ്റ്റാർട്ട് ആയ സമയത്ത് ഞാനും എന്റെ കുറച്ച് കൊളീഗ്സും കൂടിയിട്ട് ഞങ്ങൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ പ്രോസസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു 2 or 3 റോസ് ഉണ്ടായിരുന്നു ആ വാഹനത്തിൽ. അപ്പൊ ഞാനൊരു മിഡിൽ റോയിലായിരുന്നു ഇരുന്നത്. അപ്പൊ എന്റെ ബാക്ക് സൈഡിലുള്ള റോയിലും എന്റെ കുറച്ച് കളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാല് ഈ ഒരു ഫയൽ എന്റെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ ഫയൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഓരോ ലീവ്സ് ഉള്ള ഫയൽസ് ആണ്. അപ്പൊ ഈ ലീവ്സ് ഞാൻ ഇങ്ങനെ ടേൺ ചെയ്തിട്ട് ഓക്കെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്, അതായത് SLC +2 ഗ്രാജുവേഷൻ, അങ്ങനെ ഓരോരോ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പ് ഞാനിങ്ങനെ നോക്കുകയാണ്. പിന്നെ PGDCA ചെയ്തത്, അത് ചെയ്തത്, ഇത് ചെയ്തത്, അതിന് ശേഷമുള്ള കോഴ്സ് ചെയ്തത്. അപ്പൊ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കും. അടച്ചു വെക്കുന്നു, അതിനൊരു ബട്ടൺ ഉണ്ട്, ബട്ടൺ ക്ലോസ് ചെയ്യുന്നു. ഒരു 2 minutes കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുന്നു, ഞാൻ വീണ്ടും ഇത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുന്നു, അടച്ചു വെക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇത് ഞാൻ ഒരുപാട് തവണ, ഒരു 6, 7, 8 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് പുറകിൽ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എന്റെ ഒരു കളീഗാണ് എന്നെ പെട്ടെന്ന് അങ്ങനെ വിളിച്ചിട്ട് ഒരു ഫണ്ണായിട്ടാണ് പറഞ്ഞത്. ഇത് എന്താണ് കറക്റ്റ് പറഞ്ഞതെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ആലോചിക്കുന്നില്ല, പക്ഷെ പറഞ്ഞതിനെ പറ്റിയിട്ടാണ് എന്തിനാണ് ഇങ്ങനെ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ഇത് നോക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അങ്ങനെ എന്താണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഇത് ചോദിച്ചു. പക്ഷെ അപ്പൊ ഞാൻ അത് റിയലൈസ് ചെയ്യുന്നത് അപ്പോഴാണ് എന്റെ മൈൻഡ് ഞാൻ ഇങ്ങനെ ഒന്ന് ഷോക്കായി. കാരണം കറക്റ്റ് ആണ് അവർ പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു, പക്ഷെ ഞാനത് മനസ്സിലാക്കിയിരുന്നില്ല. അപ്പൊ ഞാൻ അതിനെന്തോ ഒരു ജസ്റ്റിഫൈ ചെയ്യണമല്ലോ, എന്തോ ഒരു ഫൺ മറുപടി ഞാനും പറഞ്ഞിട്ട് ഞാൻ അത് ക്ലോസ് ചെയ്ത് വെച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും തോട്ട് വരികയാണ്, എല്ലാ സർട്ടിഫിക്കറ്റ്സും അതിലില്ലെങ്കിലോ, ഇനി എല്ലാ സർട്ടിഫിക്കറ്റും ഇല്ലെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പോ എനിക്ക് മാത്രം ആ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു പോയിട്ട് ബാക്കി എല്ലാവരും പ്രോസസ്സ് കംപ്ലീറ്റ് ആയി വന്നിട്ട് ഞാൻ ഒറ്റയ്ക്കായി പോയിട്ട് ഞാൻ ഇനി നെക്സ്റ്റ് ടൈം പോയിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പുറകിൽ ഇരിക്കുന്ന ആൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഞാൻ ഇനി വീണ്ടും ഓപ്പൺ ചെയ്താൽ. അപ്പൊ അതൊരു നാണക്കേട് കൂടിയാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓപ്പൺ ചെയ്യണം. ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ മൈൻഡ് പറയാണ്, അത് നോക്കിയേ പറ്റൂ, നേരത്തെ നോക്കിയപ്പോ 1, 2 കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ആ കണ്ടത് കറക്റ്റ് അല്ലല്ലോ, അത് ഇങ്ങോട്ടല്ലേ അങ്ങോട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തോട്ട്സ് വരികയാണ്. ഏകദേശം 10 മിനിറ്റ് ഞാൻ കഷ്ടപ്പെട്ട് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. ഒരു 11ാമത്തെ മിനിറ്റിൽ ഞാൻ വീണ്ടും പതുക്കെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ടേൺ ചെയ്തു. പകുതി വഴിയിൽ ഞാൻ തിരിഞ്ഞു നോക്കി. ആ സഹപ്രവർത്തകൻ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടുന്നില്ല, ഒന്ന് ചിരിച്ചു. ഞാൻ അതോടെ അതങ്ങ് അടച്ചു വെച്ചു. പിന്നെയും ഞാനത് പലതവണ റിപ്പീറ്റ് ചെയ്തു. അന്നത്തെ ദിവസം പോയ കാര്യമൊക്കെ നടന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ചിന്തിച്ചു ആ ഒരു ദിവസത്തെ പറ്റിയിട്ട്. എനിക്കൊരു എംബാരസിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാനത് ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലോ, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞാലോ, നമ്മൾ കരിയറിലോ പ്രൊഫഷനിലോ എവിടെ എത്തിയെന്ന് പറഞ്ഞാലോ, നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ
ശരിക്കും നമുക്ക് അറിയണമെന്നില്ല, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് അത് റിയലൈസ് ചെയ്യണമെന്നില്ല. അപ്പൊ അതിനുശേഷമാണ് ഞാനിത് എന്താണെന്ന് മനസ്സിലാക്കാനും ഞാൻ ചെയ്യുന്ന മറ്റ് പല കാര്യങ്ങളും ഞാനൊന്ന് എന്നെ തന്നെ ഒബ്സർവ് ചെയ്യാനും അതിൽ നിന്ന് പലതും എന്നെ രക്ഷിപ്പിച്ചുകൊണ്ട് ഈ സിംറ്റംസ് ഒക്കെ എനിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രബിൾ വരുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ വരുന്നു. അപ്പോൾ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഹീൽ ചെയ്യുന്ന പോലെ മറ്റൊന്നിനും ഹീൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ ഏതൊരു ട്രബിളിലും ഏതൊരു ഹാർഡ്ഷിപ്പിലും ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. ഐ ഓൾവേസ് ട്രൈ ടു എഡ്യൂക്കേറ്റ് മൈ സെൽഫ് വൈ ഇറ്റ് ഇസ് ഹാപ്പനിങ്, വാട്ട് ഇസ് ദ സയൻസ് ബിഹൈൻഡ് ദാറ്റ്, വാട്ട് ഇസ് ദ തിങ് ബിഹൈൻഡ് ദാറ്റ്. വി നീഡ് ടു നോ ദാറ്റ്. ഓക്കെ, വി മസ്റ്റ് ബി ക്യൂരിയസ് അബൌട്ട് അസ്. നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ ബാക്കിയുള്ള ആൾക്കാർ ഒരുപാട് ക്യൂരിയസ് ആയിട്ട് മറ്റുള്ള ജീവിതത്തിൽ എത്തി നോക്കി പല രീതിയിൽ ജസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും. അപ്പോൾ എനിക്ക് എന്താണ് നടക്കുന്നത് എൻ്റെ ലൈഫിലും എൻ്റെ മൈൻഡിലും സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് ഞാൻ തീരുന്നില്ല. ഞാൻ ഒരു കാര്യത്തെ പറ്റി ലേൺ ചെയ്ത് വരുമ്പോഴാണ് ഞാൻ എൻ്റെ മറ്റൊരു കാര്യം ഞാൻ ഡിസ്കവർ ചെയ്യുന്നത്. പിന്നെ അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് പിന്നാലെ പോകാനുള്ള ടൈം കിട്ടുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഈ അവനവനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും അനന്തമായ അറിവ്. അവനവനെ കുറിച്ചുള്ള അറിവുള്ള ഒരാള്, അല്ലെങ്കിൽ അവനവനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാള് ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ പോകാനുള്ള സമയമോ താല്പര്യമോ അവർക്ക് ഉണ്ടാവുകയില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് OCDയുടെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് OCD ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എല്ലാ OCD ഉള്ളവർക്ക് ഞാനിപ്പോ പറയാൻ പോകുന്ന ഏകദേശം ഒരു 9-10 ടൈപ്പ് ഞാനിപ്പോ പറയുന്നുണ്ട്. അത് മാത്രമല്ല, വിശദമായി പഠിച്ചാൽ അതിനേക്കാൾ ഉപരി ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആങ്സൈറ്റിയുടെ, നോട്ട് ദ പോയിന്റ്, ആങ്സൈറ്റിയുടെ ഒരു ലൂപ്പാണ് OCD എന്ന് പറയുന്നത്. നമ്മളൊരു ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാണ്. അപ്പൊ ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്, എല്ലാവർക്കും ഈ എല്ലാ ടൈപ്സും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ 2-3 ടൈപ്സ് ഉള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഒരു ടൈപ്പ് മാത്രം ഉണ്ടാവും, ചിലർക്ക് ഏകദേശം എല്ലാ ടൈപ്സും ഉണ്ടാവും. അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്പർ 1, കണ്ടാമിനേഷൻ OCD. ഈ കണ്ടാമിനേഷൻ OCD എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സിംറ്റംസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഫിയർ ഓഫ് കണ്ടാമിനേഷൻ. അത് നമ്മളൊരു ഡോർ തുറക്കുമ്പോൾ ഹാൻഡിൽ ടച്ച് ചെയ്യില്ലേ, അത് നമുക്ക് ആ ഒരു ഫിയർ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബുക്സ്, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു കാര്യങ്ങള്, നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു പേന, എല്ലാത്തിൽ നിന്നും നമുക്ക് ആ ഒരു ജേംസിന്റെ കണ്ടാമിനേഷൻ ഉണ്ടാവും. നമ്മുടെ കൈകളിൽ, നമ്മുടെ ചുറ്റുമൊക്കെ അത്രയധികം ബാക്ടീരിയാസ് എപ്പോഴും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തവണ കൈകൾ കഴുകിക്കൊണ്ടിരിക്കും. ഇതെനിക്കുണ്ട്. ഞാൻ ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഈ ഒരു കാര്യം എനിക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു പാദസരത്തിൻ്റെതാണ് ഞാൻ ഓർക്കുന്നത്. മറ്റെന്തെങ്കിലും എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. പക്ഷെ കരിയറിലേക്ക് വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ ഒരു സമയത്ത്, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ പെട്ടെന്ന് സ്പൂൺ കൊണ്ടുപോകാൻ തുടങ്ങി. ടിഫിന്റെ കൂടെ ഞാൻ സ്പൂൺ വെച്ച് മാത്രമേ കഴിക്കുമായിരുന്നുള്ളൂ. അപ്പോ ഈ സ്പൂൺ വെച്ച് മാത്രം കാരണം ഞാൻ കൈ കഴുകിയിട്ട് തന്നെയാണ് സ്പൂൺ വെച്ച് കഴിക്കുന്നത്. പക്ഷെ കൈ കഴുകിയാലും കയ്യിലുള്ള എല്ലാ ബാക്ടീരിയസും പോകണമെന്നില്ലല്ലോ. ഞാൻ എത്രയോ ഡോൾസിന്റെ ഹാൻഡിൽ പിടിച്ചിട്ടുണ്ട്, എത്രയോ ഡെസ്കിൽ ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്, എത്രയോ അതർ ഒബ്ജക്ട്സിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ മൗസിലോ പ്രിന്ററിലോ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിക്കും. എന്നിട്ട് ഞാൻ സ്പൂൺ വെച്ച് കഴിച്ചാൽ വളരെയധികം ഹാപ്പിയാണ് എനിക്ക്. ഒരു ദിവസം ഞാൻ സ്പൂൺ കൊണ്ടുപോകാൻ മറന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുള്ള ദിവസവും നല്ല ടയർഡ് ആയിട്ടുള്ള നല്ലൊരു ഹെക്ടിക് ആയ ദിവസമാണ്. ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ കൈകൾ കഴുകിയിട്ട് അവസാനം അവിടെ സപ്പോർട്ടീവ് സ്റ്റാഫോ മറ്റൊരു കൊളീഗോ ആരും ഇങ്ങനെ നോക്കുകയാണെന്ന് മിണ്ടാതെ. അപ്പൊ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാൻ കൈ കഴുകുന്നതൊക്കെ മതിയാക്കിയിട്ട് ഞാൻ പോയി. അപ്പോ ഞാൻ അവിടെ നിന്ന് പോയി. പക്ഷെ അപ്പോഴും എന്റെ മൈൻഡിലത്, ഞാൻ കൈ കഴുകിയത് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് പൂർണ്ണമായിട്ടും ഞാൻ കൈ കഴുകി തീർന്നില്ല, എനിക്ക് ഇനിയും കൈ കഴുകണം എന്ന് എന്റെ മനസ്സ് പറയണം. ആക്ച്വലി ഞാൻ ഒരുപാട് തവണ കൈ കഴുകി കഴിഞ്ഞു. എന്നിട്ടും പക്ഷെ വീട്ടിലുള്ളപ്പോ എനിക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള എന്റെ പേഴ്സണൽ സ്പേസിൽ ഞാൻ ഉള്ളപ്പോ എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഒരു തവണ കൈ കഴുകും. ഞാൻ അതിലുപരി എനിക്ക് കൈ കഴുകണമെന്നൊന്നും തോന്നാറില്ല. ഒരു തവണ ഞാൻ കൈ കഴുകും, അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റോ 1 മിനിറ്റോ ചിലപ്പോൾ കഴുകുമായിരിക്കാം. അതിനു മുമ്പ് എന്തെങ്കിലും അത്തരത്തിലുള്ള ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നോർമൽ കൈ കഴുകലേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്റെ വീടിന് പുറത്ത് എവിടെ പോയാലും ഞാൻ ഈ ഒരു ദീർഘമായിട്ടുള്ള കൈ കഴുകലാണ്. അന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് പോയതിനു ശേഷം എനിക്ക് ഫീൽ ചെയ്യാണ് അത് കംപ്ലീറ്റ് ചെയ്തില്ല. അത് ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ച് എന്തായാലും ഇപ്പൊ തിരിച്ചു പോകാനും പറ്റില്ല, വീണ്ടും നോട്ടീസ് ചെയ്യപ്പെട്ടാലോ. അങ്ങനെ ഞാൻ കഴിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്റെ കൈകളിൽ കൂടി ഈ പൂർണ്ണമായും കഴുകി എത്താൻ പറ്റാത്തിടത്തുകൂടി എന്തൊക്കെയോ ബാക്ടീരിയാസിന്റെ ഉള്ളിൽ പോകുന്നു
എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ള ഒരു ഇത്. അപ്പൊ ആ ഒരു ഫിയർ ഓഫ് കണ്ടാമിനേഷൻ. പിന്നെ നമുക്ക് ആളുകളോട് അടുത്തിടപഴകാനോ ഷേക്ക് ഹാൻഡ് കൊടുക്കാനോ മറ്റൊരാളോട് തൊടാനോ പോലും നമുക്ക് ഈ ഒരു ഫിയർ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്പർ 2 ചെക്കിംഗ് OCD ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു മെയിൽ അയക്കുന്നു എന്ന് ഇരിക്കട്ടെ. ഈ മെയിലിനെ ഒരു 1000 തവണ നമ്മൾ വായിച്ചും കഴിഞ്ഞാലും ഒന്നുകൂടി ആ ഒരു പ്രീവിയസ് പാരഗ്രാഫിൽ പോകാം എന്ന് തോന്നുകയും വീണ്ടും അവിടെ പോവുകയും അത് ചെയ്യും. പിന്നെ നമുക്കൊരു വാട്സപ്പിൽ ഓഡിയോ മെസ്സേജ് വോയിസ് മെസ്സേജ് അയച്ചാൽ നമ്മൾ അത് വീണ്ടും കേട്ട് നമ്മുടെ ടോൺ ഓക്കെ ആണോ, സൗണ്ട് ഓക്കെ ആണോ, മോഡുലേഷൻ ഓക്കെ ആണോ, പറഞ്ഞതെല്ലാം കറക്റ്റ് ആണോ, ഇനി പറഞ്ഞതിലൊരു ഡബിൾ മീനിങ് എന്തെങ്കിലും വന്നു പോകുമോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. ഇനി നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലും നമ്മൾ അതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എഴുതുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പ്രീവിയസ് കോൺവെർസേഷൻസും ഒക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ റീപ്ലേ ചെയ്ത് കേൾക്കും നമ്മൾ. അപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാം കോൺസ്റ്റന്റ്ലി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു വലിയ കോൺസിക്വൻസ് കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. ഇത് പോരാഞ്ഞിട്ട് നമ്മളുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അപ്ലയൻസസ്, സ്വിച്ചസ്, ഡോർ, ഗ്യാസ്, ഫ്രിഡ്ജ്, അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഫ്രീക്വന്റ്ലി റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് പ്രോപ്പർലി ഫോക്കസ്ഡ് ആണോ, ഓഫ് ആണോ, എന്താണ് എന്നുള്ളത്. ഇതാണ് ചെക്കിംഗ് OCD എന്ന് പറയുന്നത്. ഇത് എനിക്കുണ്ട്. ഞാൻ ഡോസും ഗ്യാസും ഈ 2 കാര്യത്തിലാണ്. ഞാൻ ഈ ഗ്യാസ് സിലിണ്ടർ ഞാൻ അത് പുറത്ത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഞാൻ ഈ ഗ്യാസ് സിലിണ്ടർ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ടോ എന്ന് ഒരു 5 തവണയൊക്കെ നോക്കും. സിലിണ്ടർ ഓഫ് ആക്കിയിട്ടുണ്ടോ എന്ന് അതിന്റെ ആ ഒരു സിലിണ്ടറിന്റെ ഓഫ് ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ ഇങ്ങനെ പല തവണ സോഫ്റ്റ് മൂവ്മെന്റ് കൊടുത്തത് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡോറും പലതവണ അങ്ങനെ ചെക്ക് ചെയ്ത് പോകാറുണ്ട്. അപ്പോ ഞാൻ നേരത്തെ സ്പൂണിന്റെ കാര്യം പറഞ്ഞില്ലേ, ഫിയർ ഓഫ് കണ്ടാമിനേഷൻ, അത് എനിക്കിപ്പോ ഇല്ല. അത് ഏതോ ഒരു മൊമെന്റിൽ ഞാൻ സ്പൂൺ ഫോർഗെറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ ദിവസങ്ങളിൽ എനിക്ക് നിർബന്ധിതമായിട്ട് ഫുഡ് കഴിച്ചേ പറ്റില്ല. നല്ല ടയേർഡ് ആൻഡ് യുനോ വളരെ ബിസി ഷെഡ്യൂൾസ് ഉള്ള ദിവസങ്ങളായിരുന്നു. സോ ഞാൻ ഫുഡ് കഴിച്ചു. എന്നാൽ എനിക്ക് ഇതുപോലെ സമാധാനമായിട്ട് കഴിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി കേട്ടോ. ഞാൻ സമാധാനമായിട്ട് കഴിച്ചത്, ഞാൻ അതുപോലെ കുറെയൊക്കെ കൈ കഴുകുന്നുണ്ട് നന്നായിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ സ്പൂണിന്റെ അത് ഉപേക്ഷിച്ചു. യെസ്, സ്റ്റിൽ ഐ ഹാവ്. ഞാൻ പറയാൻ വന്നത് എനിക്ക് ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് മാറിയതാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് റിയലൈസ് ചെയ്തു, ഇല്ല ഞാൻ ഇപ്പോഴും ദീർഘമായിട്ട് കൈ കഴുകുന്നുണ്ട്. ചിലപ്പം അന്നത്തെ അത്രയും ദീർഘമല്ല, ചിലപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ കുറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ ഉണ്ട്. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ ചെക്കിംഗ് OCDയിൽ ഗ്യാസും ഡോസും ആണ് ഞാൻ കൂടുതലും ചെക്ക് ചെയ്യാറ്. തേർഡ് വൺ സിമെട്രി ആൻഡ് ഓർഡറിംഗ് ആണ്. സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വീട്ടിലെ സാധനങ്ങളുടെ പൊസിഷൻസ് മാറ്റുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പണ്ട് ചെയ്യുന്ന അത്രയും ഞാനിപ്പോ ചെയ്യുന്നില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ വളരെ അതെനിക്ക് ഒരു ഇൻട്രൂസീവ് തോട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്തിരുന്നത്. എനിക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് കിട്ടും. അങ്ങനെയായിരുന്നു അന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാം ഒന്ന് ചേഞ്ച് ആകുമ്പോൾ ഒരു മോട്ടിവേഷൻ, കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കും, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. സ്റ്റിൽ അത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റഡി ടൈമിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ടിലെടുത്ത് ഇപ്പുറത്തിടും, ഇവിടെ ഇരിക്കുന്ന അലമാര അപ്പുറത്ത് വയ്ക്കും. അപ്പൊ വീട്ടിലുള്ളവർക്ക് കുറച്ചത് എന്നെ കൊണ്ടെങ്കിലും സാധിക്കുന്നു ഇത്രയും വലിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനെന്നുള്ളത്. പക്ഷെ അത് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി റൂമൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു സന്തോഷം എന്ന അന്നത്തെ കാര്യം. പിന്നെ ഉള്ളത് എല്ലാം ഓർഗനൈസ് ചെയ്ത് ഇത് ഇവിടെ തന്നെ വെക്കുക, അത് അവിടെ തന്നെ വെക്കുക എന്നുള്ള ഒരു വളരെയധികം ചിട്ട. അത് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയില്ല. എനിക്ക് പൊതുവെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുക, കാഴ്ചയിൽ അത് മെസ്സി ആയി കിടക്കരുത് എന്നുള്ളതേ എനിക്കുള്ളൂ. അല്ലാതെ കൃത്യമായിട്ടും അതവിടെ ഇതിവിടെ എന്നുള്ള ഒരു ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ക്രേവിങ് എനിക്ക് അത്ര ഇല്ല എന്നുള്ളതാണ്. രക്ഷപ്പെട്ടു, കാരണം അതിലെങ്കിലും ഇല്ലല്ലോ. അപ്പൊ അത് ഒരു ഹാപ്പിയുള്ള കാര്യമാണ്. പക്ഷെ പൊതുവെ മെസ്സി ആയിട്ട് കിടക്കുന്ന സന്ദർഭങ്ങൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് അതെല്ലാം ഒന്ന് ഓർഡർ ആക്കി വെക്കാറുണ്ട്. അതുപോലെ ഇപ്പൊ ഞാൻ അതായത് ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് കടന്നപ്പോൾ നമുക്ക് സമയം ഒരുപാട് കുറയും. സമയം എന്നത് പരിമിതമാകുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ വർഷത്തിൽ ഇപ്പൊ 1-2 തവണയാണ് ഈ ഒരു റീലൊക്കേഷൻ ഇൻ ദ സെൻസ് ഈ ഒരു റീ അറേഞ്ച്മെന്റ്, ലൈക്ക് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേർണിച്ചേഴ്സ് മൂവ് ആക്കുക. ചിലപ്പം ഇപ്പൊ അത്രത്തോളം ഫേർണിച്ചേഴ്സ് ഒന്നും ഇല്ലായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും അതും കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തെക്കാളും. ചിലപ്പം എനിക്ക് ഇതിനെപ്പറ്റി ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടുള്ള മാറ്റമാണോ എന്നും അറിയില്ല. അപ്പൊ ഇതാണ് സിമെട്രി ആൻഡ് ഓർഗനൈസിങ് OCD ആണ് തേർഡ് കാറ്റഗറി. നമ്പർ 4 ഹാം OCD ആണ്. അതായത് HARM, ഹാം. അതായത് ഹാംഫുൾ ആയിട്ടുള്ള ഇൻട്രൂസീവ് തോട്ട്സ് വരിക എന്നുള്ളതാണ്. അത് ഭാഗ്യത്തിന് എനിക്കില്ല. ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഞാൻ വളരെ ഹാപ്പി ഉള്ളതില്ലാത്തതില്ല. അപ്പൊ ഹാം OCD പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വാർത്തകളൊക്കെ വായിക്കില്ലേ, ഇപ്പൊ അതായത് അമ്മ കുഞ്ഞിനെ എടുത്ത്
കളഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഹാം ചെയ്യുക. അതായത് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന പല അമ്മമാരും വളരെ വിചിത്രമായി പെരുമാറിയതൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു അമ്മ വളരെ കുറ്റബോധത്തോടു കൂടി എന്തൊക്കെയോ സ്റ്റോറി പറയുന്ന ഏതൊക്കെയോ ഡോക്യുമെന്ററി കണ്ടു തുറക്കുന്നു. സോ ബ്രീഫ്ലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ വാല്യൂ സിസ്റ്റത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വളരെ അത് നോർമലി വരും. നമ്മുടെ നോർമൽ കൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു അൺകൈൻഡ് ആയിട്ടുള്ള കാര്യം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരികയും, പക്ഷെ അത് ചെയ്യല്ല. ആ ജസ്റ്റ് തോട്ട്സ് ഇങ്ങനെ ഒരു തോട്ട്സിന്റെ വേവ്സ് വന്നു പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതിന്റെ ഒരു ഫീച്ചർ. പക്ഷെ ആ OCD എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ അതിലേക്ക് പോവും അൺകൺട്രോളബിൾ ആയിട്ട്. അതാണ് ചില ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നത്. ഒരിക്കലും സൂയിസൈഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത സെൽഫ് ലവ് ഉള്ള ആളുകൾ പോലും സൂയിസൈഡ് ചെയ്യും. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു ചെറിയൊരു 22 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ കാണാനിടയായി. ഞാൻ ഒരുപാട് വീഡിയോ കണ്ടു, പക്ഷെ ഞാൻ കണ്ട ഫസ്റ്റ് വീഡിയോയില് ആ പെൺകുട്ടി പറയുന്നത് 2025 ആ പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചാണ്. അതിൽ ആ കുട്ടി 3 തവണയാണ് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ടൈം കുട്ടി എന്തോ ഒരു പോയിസൺ കഴിക്കുന്നു, പക്ഷെ ആ കുട്ടിക്ക് യാതൊരു റിയാക്ഷനും ഉണ്ടാവുന്നില്ല. സെക്കൻഡ് ടൈം ആ കുട്ടി പോയിസൺ കഴിക്കുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും റിയാക്ഷനോ റെസ്പോണ്ടോ ഒന്നും ഇല്ല. പിന്നെ ഇവൻച്വലി കുട്ടിക്ക് ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുള്ള യൂറിനേഷൻ നടക്കുമ്പോൾ ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുള്ള യൂറിൻ ആണ് കുട്ടി കാണുന്നത്. അത് പിന്നീട് പിന്നെ വളരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അതും അങ്ങ് സെറ്റിൽ ആവുന്നു. കുട്ടി അടുത്തടുത്ത ദിവസങ്ങളായിട്ടാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത്. ഇപ്പൊ 3ാമത്തെ തവണ കുട്ടി കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് കുട്ടിയെ വളരെ ഡേഞ്ചറിലേക്ക് കൊണ്ടുപോയി വളരെ അധികം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടി വീണ്ടും റിക്കവറായി ലൈഫിലേക്ക് വന്നു എന്നുള്ളതാണ് കുട്ടി പറയുന്നത്. പക്ഷേ ആ കുട്ടിയുടെ മറ്റു വീഡിയോസും കാര്യങ്ങളും, അല്ലെങ്കിൽ ആ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാല് അത്യാവശ്യം നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള, നന്നായി ചിന്തിക്കാൻ കഴിയുന്ന, മനോഹരമായിട്ടുള്ള ഒരു ഹൃദയമുള്ള, ഒരു സെൽഫ് ലവ് ഉള്ള ഒരു കുട്ടിയാണ് കുട്ടി. പക്ഷെ ആ കുട്ടി പോലും അങ്ങനെ ഒരു 3 ടൈംസ് തുടർച്ചയായ 3 ദിവസങ്ങളില് ആ ഒരു കാര്യം ചെയ്തു പോയി. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം, അത് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. അതുപോലെയുള്ളതാണ് ഹാം OCD എന്ന് പറയുന്നത്. അതായത് സ്വയമേവയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട മറ്റു വസ്തുക്കളെയോ ഒക്കെ ഹാം ചെയ്യാനുള്ള ഒരു പ്രവണത. അത് നമ്മുടെ മനുഷ്യർ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ നശിപ്പിച്ച് കളയുക, കത്തിച്ച് കളയുക, വളരെ വിലപ്പെട്ട ഫോണിനെ ഇല്ലാതാക്കി കളയുക, അല്ലെങ്കിൽ വീട്ടിലുള്ള വിലപ്പെട്ട സാധനങ്ങൾ നശിപ്പിച്ച് കളയുക, അങ്ങനെയൊക്കെ ഉള്ളതും ആവാം. നെക്സ്റ്റ് വൺ സ്ക്രപ്ലോസിറ്റി OCD ഓർ റിലീജിയസ് OCD ആണ്. അതായത് നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് വിശേഷപ്പെട്ടു. അപ്പോ ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ വിറച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അടുത്ത കാര്യത്തിന് അതുപോലെ ഇങ്ങനെ. അപ്പൊ അവര് വിചാരിക്കുന്നത് ഈ ഒരു മിനിറ്റ് ഡിഫറൻസിലാണ് ഇങ്ങനെ നമ്മള് കണ്ടിന്യൂസ്ലി പ്രാർത്ഥിച്ച് അതങ്ങ് നടക്കും എന്നുള്ളത്. പ്രാർത്ഥിക്കാതിരിക്കുന്ന സമാധാനത്തോട്, ഫോർ എക്സാമ്പിൾ വെയിറ്റിംഗ് ഫോർ എ റിസൾട്ട് അനൗൺസ്മെന്റ് ഓർ സംതിങ്. അപ്പൊ ഓൾറെഡി അതവിടെ സെറ്റ് ആണ്, റിസൾട്ട് ഒക്കെ റെഡി ആയി കഴിഞ്ഞു, എന്നിട്ടായിരിക്കും ആ ഒരു മൊമെന്റ് വരുന്നത്. പക്ഷെ അവര് ആ ഒരു അനൗൺസ്മെന്റ് സ്റ്റാർട്ട് ആയിട്ട് ഇപ്പൊ നമ്മുടെ ഒരു ഇമാജിൻ ഒരു കലാവേദിയിൽ ഒരാള് ഒരു പ്രത്യേക കാറ്റഗറിയിൽ പങ്കെടുത്തു ഒരു പ്രോഗ്രാമിന്. അപ്പോ ഈ ഒരു അനൗൺസ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കുറെ ഐറ്റംസ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിലേക്ക് വരുന്നത്. പക്ഷെ ഈ ഓരോ സമയത്തും ഇതിലേക്ക് ഇവരുടെ ആ ഒരു ഐറ്റം അനൗൺസ് ചെയ്തതായിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഓൾറെഡി ഈ റിസൾട്ട് അവിടെ റെഡി അല്ലേ, എന്നിട്ടല്ല ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു അനൗൺസ്മെന്റ്. പക്ഷെ ആ ഒരു തോട്ടൊന്നും വരില്ല. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചേ പറ്റൂ, റിലീജിയസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നേ പറ്റൂ, റിലീജിയസ് കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്തേ പറ്റൂ. അത് വിശ്വാസം കൊണ്ടോ അവനവന്റെ സമാധാനത്തിന് വേണ്ടി നോർമലായിട്ട് ചെയ്യുന്നതല്ല, എക്സസീവ് ആയിട്ട് ചെയ്യില്ല. എക്സസീവ് ആയിട്ട് ഒരു പേടിയോടുകൂടി അമിതമായിട്ട് ഒരു കാര്യം റെപ്പറ്റേറ്റീവ് ആയിട്ട്, പ്രാർത്ഥനയാവാം, എന്തെങ്കിലും റിലീജിയസ് റിച്വൽസ് ചെയ്യുന്നയാവാം, പോകുന്നയാവാം, വരുന്നതാവാം. അതാണ് ഈ ഒരു കാറ്റഗറി. നെക്സ്റ്റ് വൺ ഹെൽത്ത് OCD. എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഫുൾ ബോഡി ചെക്കപ്പ്, സ്കാനിങ്, ബ്ലഡ് ടെസ്റ്റ്, അതായത് അല്ലെങ്കിൽ ഇങ്ങനെ മൈൻഡിൽ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും വലിയ വലിയ അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസോ അല്ലെങ്കിൽ മറ്റു വലിയ വലിയ ഡിസീസുകളുടെ പേരുകൾ നമ്മൾ കേൾക്കാറില്ല, എടുത്തു പറയുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഡിസീസസ് എനിക്ക് വന്നാൽ എന്ത് ചെയ്യും, അത് ചെക്ക് ചെയ്ത് ഫസ്റ്റ് സ്റ്റേജസ് തന്നെ നോക്കിയാൽ അത് ചെയ്യാൻ പറ്റും വെച്ചിട്ട് ഫുൾ ടൈം ഓവർലി കൺസേൺ ആയിരിക്കും, ഒരു എക്സസീവ് ലെവൽ ഓഫ് കൺസേൺ ആയിരിക്കും ഹെൽത്തിനെ പറ്റിയിട്ട്. അതാണ് ഈ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്, ഹെൽത്ത് OCD എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഹോർഡിങ്. നമ്മുടെ പാരന്റ്സിന്റെ ജനറേഷൻ പൊതുവെ ഹോർഡേഴ്സ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഷോ കേസില്ലേ, ഡിസ്പ്ലേ ചെയ്യാനുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ
ഷോക്കേസ് പീസുകൾക്കുപരി മറ്റുള്ള പല സാധനങ്ങളും കൊണ്ട് സ്റ്റോർ ചെയ്ത് ഡംപ് ചെയ്ത് വെച്ചിരിക്കും. ഡൈനിങ് ടേബിളിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. പൊതുവെ നമ്മുടെ കേരളത്തിലുള്ള ഹൗസസിൽ അങ്ങനെ കാണാറുണ്ട്. എല്ലായിടത്തും അതായത് ഒരു സാധനവും കളയാതെ നാളെ എന്തെങ്കിലും ഒരിക്കലും എനിക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രവണത ഉള്ളത്. ഈ പ്രവണത ഉള്ളവർക്ക് ഈ പറയുന്ന ക്ലെൻലിനെസ് ഓസിൽ വളരെ കുറവായിരിക്കും കേട്ടോ. കാരണം അവർ ഫോക്കസ് ചെയ്യുക മാക്സിമം സാധനങ്ങൾ ഡംപ് ചെയ്ത് സൂക്ഷിച്ച് വെച്ച് വീടിനുള്ളിൽ അതായിരിക്കും. അപ്പൊ അവർക്ക് അതിനിടയിൽ കൂടി പോയിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കും. അതുകൊണ്ട് അവരവരുടെ സ്വന്തം ദേഹശുദ്ധി മാത്രം വരുത്തിയിട്ട് ബാക്കി സ്ഥലത്ത് ക്ലീനിങ് കുറവായിരിക്കും ഹോർഡേഴ്സിന്. ഇപ്പോ ഹോർഡിങ് ഓസിഡി, അത് ഹോർഡിങ് ഓസിഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യവും കളയാതെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വർഷങ്ങളോളം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഹോർഡിങ് ഓസിഡി. ഇനി ലാസ്റ്റ് വൺ ഇൻ ദ സെൻസ് ലൈക്ക് ഞാൻ പറയുന്നത് ലാസ്റ്റ് ആണ്, പക്ഷെ നമ്മൾ ബുക്സ് ഒക്കെ ഒരുപാട് റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാറ്റഗറീസ് ആൻഡ് സബ് കാറ്റഗറീസ് ഓഫ് OCD ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിൽ അവസാനത്തത് പ്യുവർ OCD എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉള്ള സിംറ്റംസ് എല്ലാം ഉണ്ടായിരിക്കും, പ്ലസ് ഒരു ഇൻട്രസ്റ്റീവ് തോട്ട് ബേസിസിലായിരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. ആ സിംറ്റംസ് ഞാൻ പറഞ്ഞ സിംറ്റംസ് പ്ലസ് ഇൻട്രോസീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മൈൻഡ് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊന്നെന്ന നിലയിൽ തോട്ട്സ് വന്നുകൊണ്ടിരുന്നിട്ട് ഈ തോട്ട്സിനെ നമ്മൾ തന്നെ ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. റിവ്യൂ ചെയ്ത് അനലൈസ് ചെയ്ത് അനാലിസിസ് ചെയ്ത് പിന്നെ ഗോ ബാക്ക് ടു ദ ബിഗിനിങ്. പിന്നെ നമ്മൾ തന്നെ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് സെറ്റിൽ ഡൗൺ ആവും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ എങ്ങനെയാണോ അവർ സ്കൂൾ ഡൗൺ ആവുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് സമാധാനപ്പെട്ടിരിക്കും. പിന്നെ വീണ്ടും ഇൻട്രൂസീവ് തോട്ട്സ്, ഇങ്ങനെ അൺവാണ്ടഡ് അൺനെസസറി എക്സസീവ് തോട്ട്സ് വരുന്നു, അനലൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആവുന്നില്ല, സമാധാനം ആവുന്നു, വീണ്ടും സെറ്റ് ആവുന്നു, പ്രേ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ഹീലാക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, നമ്മളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. ഇതിനെയാണ് പ്യുവർ OCD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇപ്പൊ OCDയെ പറ്റി കുറച്ചുകൂടി തെളിച്ചമുള്ള ഒരു അറിവ് ലഭിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒന്നുകൂടി ഒന്ന് ബ്രീഫായി പറയാം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ് OCD. ഒബ്സഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വരുന്ന അൺനെസസറി തോട്ട്സ് ആണ്. കമ്പൽഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിഹേവിയർ ആണ്. ആ തോട്ട്സ് കാരണം നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ പെരുമാറ്റമാണ്, നമ്മൾ എന്താണ് ചെയ്യുന്ന ആക്ഷൻ, അത് കാരണം നമ്മൾ ചെയ്യുന്ന ഒരു മെന്റൽ റിച്വൽ ആണ്. ഈ മെന്റൽ റിച്വൽ നോട്ട് ഓൺലി ഇൻ ദ മൈൻഡ്, നമ്മൾ ഫിസിക്കലി കൂടി ആ ഒരു കാര്യം ചെയ്യുന്നു. അതാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെന്റൽ റിച്വൽ ചെയ്യുന്നത്, അതായത് ഈ ഒബ്സസീവ് കമ്പൽസീവ് എന്നുള്ള നിലയിലേക്ക്, ഈ ഒബ്സഷൻസ് എന്തുകൊണ്ടാണ് കമ്പൽസീവ് ആകുന്നത്, എന്തുകൊണ്ട് ഈ ചിന്തകൾ ആക്ഷൻ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആക്ഷൻസ് നമ്മുടെ ആങ്സൈറ്റിക്ക് ഒരു ടെമ്പററി റിലീഫ് തരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് നമ്മളൊന്ന് സമാധാനപ്പെടും. അതായത് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്റെ പാദസരത്തിന്റെ ആ മുത്തുകൾ എന്റെ കാലിലെ പാദത്തിന്റെ ഫിംഗേഴ്സിന്റെ കറക്റ്റ് ഡയറക്ഷനിൽ വരിക എന്നുള്ള ഒരു തോട്ട് ഞാൻ എടുക്കുന്നു. വന്നില്ലെങ്കിൽ എനിക്ക് എന്ത് സങ്കടം ഉണ്ടാവുന്ന എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ചിന്തിക്കുന്നു. ആ സങ്കടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് കമ്പൽസീവായി ഞാൻ അത് ചെയ്തു. കമ്പൽഷൻ കഴിഞ്ഞു. കമ്പൽഷൻ ചെയ്യുമ്പോൾ ഐ ഫെൽറ്റ് റിലീവ്, ലൈക്ക് എനിക്കൊരു ടെമ്പററി റിലീഫ് കിട്ടി. തൽക്കാലത്തേക്ക് സേഫ് ആണ്, പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള സിഗ്നൽ എവിടെ പോകുന്നു? നമ്മുടെ അമിഗ്ഡലയിലേക്ക് പോകുന്നു. അമിഗ്ഡല നമ്മുടെ തലച്ചോറിന്റെ ചെറിയ ഭാഗമാണ്, അറിയാലത്. അവിടേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ എന്താണ് നെർവസ് സിസ്റ്റം ഒന്ന് കൂൾ ഡൗൺ ആവുന്നു. എന്താണ് നെർവസ് സിസ്റ്റം? അത് മറ്റൊരു വീഡിയോയായിട്ട് വരാം. അപ്പൊ അതൊക്കെ ഒരുപാട് പറയാനുണ്ട് നെർവസ് സിസ്റ്റത്തെ പറ്റിയിട്ടും ഹോർമോൺസിനെ പറ്റിയിട്ടും നമ്മുടെ ബ്രെയിനും ഗട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും നമ്മുടെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അപ്പോ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കിട്ടുന്ന ടെമ്പററി റിലീഫിനെ പറ്റിയിട്ടാണ്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഈ എന്താണ് നമുക്ക് വരുന്ന ഒബ്സഷൻസ്, ഇൻട്രൂസീവ് തോട്ട്സിനെ നമ്മളൊരു കമ്പൽസീവ് ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ടെമ്പററി റിലീഫ് കിട്ടി നമ്മളൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. പക്ഷേ the problem is the loop. ഈ ഒരു സൈക്കിളിൽ കിടന്ന് നമ്മൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. കിട്ടുന്ന റിലീഫ് ടെമ്പററിയാ. വിത്തിൻ മിനിറ്റ്സ് ഓർ സെക്കൻഡ്സ് ഓർ വിത്തിൻ ഡേയ്സ് ഇറ്റ് വിൽ കം ബാക്ക് ഇൻ വൺ ഓർ അനദർ വേ. ഓക്കെ, ഇപ്പൊ ഈ OCD ഒരു മിനിമൽ ലെവലിലാണ്. നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ എത്രത്തോളം OCD നിങ്ങൾക്കുണ്ട് എന്നുള്ളത്. അത് തിരിച്ചറിയാം. അതിന്റെ ലെവൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ലോ ടു മീഡിയം ലെവൽ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് അത് മാനേജബിൾ ആണ് എന്നുണ്ടെങ്കിൽ, നമുക്കോ മറ്റാർക്കുമോ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് ടെക്നിക്സ് ഉണ്ട് നമുക്കതിനെ മാനേജബിൾ ആക്കാനുള്ളത്. പക്ഷെ ഒരു ഹൈ ലെവലാണ് എന്നുള്ളതാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ
അത് ഉറപ്പായിട്ട് നിങ്ങൾ അതിന് വളരെ ആധികാരികമായിട്ടുള്ള ഒരു സഹായം വൈദ്യശാസ്ത്ര മേഖലയിൽ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ വളരെ പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ നമസ്കാരം.